കൊച്ചു കുറ്റിക്കാടുകൾ, വെളിച്ചമില്ല, ഒന്നുമില്ല. അവിടെ അബൂ തൽഹ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു മനുഷ്യൻ, അജാനുബാഹുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ പാത്തും പതുങ്ങിയും പാതിരാ സമയത്ത് ഇങ്ങനെ നടന്നു പോകും. ഒരു അജാനുബാഹുവായ അരോഗദൃഢഗാത്രനായ ഒരു മനുഷ്യൻ നടന്നു പോവുക. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ പോക്കിന് തന്നെ ഒരു പന്തികേടുണ്ട്. നാല് പാടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്നെ ആരെങ്കിലും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. അന്ന് നാട് ഭരിക്കുന്നത് ഉമറാണ്. ഉമർ നാട് ഭരിക്കുന്ന സമയത്ത് ഒരു പുൽക്കൊടി പോലും പശു വേണ്ടാത്തടുത്ത് തിന്നിട്ടില്ലെന്നാണ് ചരിത്രം പറയുക. ഉമറിന് അത്രയ്ക്ക് പേടിയാണ്. റളിയല്ലാഹു തആല. ഉമർ രാജ്യം ഭരിക്കുമ്പോ പാതിരാത്രി ഒരു സാമൂഹിക വിരുദ്ധൻ, ആളെ തിരിയുന്നില്ല, വെളിച്ചമില്ലാത്തത് കൊണ്ട് അബൂ തൽഹ നോക്കുമ്പോൾ അജാനുബാഹുവായ മനുഷ്യൻ ഇങ്ങനെ മെല്ലെ പാത്തും പതുങ്ങിയും പോകുന്നുണ്ട്. അബൂ തൽഹ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കാഴ്ച കാണുക. അബൂ തൽഹ വിചാരിച്ച് ഏതായാലും ഇവന്റെ പോക്കൊരു നല്ല സ്ഥലത്തേക്കല്ല, ഇവനെ പിടിച്ച് ഉമറിന്റെ കയ്യിൽ നാളെ രാവിലെ കൊണ്ടുപോയി കൊടുക്കണം. ഇവന് ശിക്ഷ ഉറപ്പ്. ഇവൻ എവിടെ പോകണം എന്നറിയണം. മാർജാര പാദ പതന ശബ്ദം കേൾക്കാത്ത രീതിയിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറകെ നടന്നു. ഇവൻ എവിടെ പോയി കയറണം എന്നറിയണമല്ലോ. അങ്ങനെ നേരെ ഈ മനുഷ്യൻ നടന്നു. പുറകിൽ നിന്ന് ആളെ നോക്കിയിട്ട് ഒരിക്കലും മനസ്സിലാകുന്നില്ല. പുറകെ നടന്നു. അവസാനം പോയി ഒരു ചെറിയ കുടിലിന്റെ മുമ്പിലെത്തി. ആ കുടിലിന്റെ പരണ്ട വെളിച്ചത്തിൽ ആളെ മനസ്സിലായി. അത് മറ്റാരുമായിരുന്നില്ല, സയ്യിദുനാ ഉമർ ബിൻ അദ്ദേഹം ഖലീഫയാണ്. അബൂ തൽഹ ഞെട്ടിപ്പോയി. പടച്ചവനെ, ആരാ? പോയി വാതിലിൽ മുട്ടി. വാതിൽ തുറന്നു, അകത്ത് കയറി വാതിലടച്ചു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച, പാതിരാ സമയത്ത് ആരുമില്ലാത്ത വിജനമായ പാതിരാത്രിയിൽ ഖലീഫ ഉമർ ഒരു വീടിന്റെ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. പിന്നെ ഇറങ്ങി വന്നില്ല. നമ്മളാണ് എന്ത് ചെയ്യും? നമ്മൾ പള്ളിന്ന് പറഞ്ഞ കാര്യം പറയണ്ട, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരിക. പള്ളിന്ന് പറയുന്നത് വളരെ കുറവല്ലേ. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരുത്ത പാലത്തിന്റെ അടുത്തൂടെ പോയി അതുവഴി കയറി. അവന്റെ പുറകെ നോക്കിയപ്പോ പന്തികേട്. അവൻ പോയി വീടിന്റെ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. നമ്മൾ എന്ത് ചെയ്യും? പറ, എന്തോ ചെയ്യും? ഉടനെ തന്നെ അവനെ അടിച്ച്. കാരണം നമ്മളിപ്പോ അങ്ങനെ കയറുന്നത് കാണണ്ട. പിറ്റേ ദിവസം ഒരുത്തം വന്നിട്ട് പറഞ്ഞാൽ മതി, നീ അറിഞ്ഞ എന്ത്? അപ്പൊ ഉടനെ അവൻ മൊബൈൽ എടുക്കും. നീ അറിഞ്ഞ? അത് സ്വാഭാവികമായിട്ട് എന്താ നമ്മുടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണം ഒരു കാര്യത്തിൽ? ഇപ്പൊ കാര്യം സ്പഷ്ടമാണ്. ഒരാൾ പോയി വീടിന്റെ അകത്ത് കയറി വാതിലടച്ചു. കാര്യം സ്പഷ്ടമാണ്. നമ്മളാണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു, കണ്ണുകൊണ്ടൊന്നും കാണണ്ട, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാൽ മതി. അമ്മക്ക് പേര് ബാക്കി രണ്ടാമത് പെണ്ണ് കെട്ടിയിരുന്നു. പിന്നെ കേട്ടവനല്ല എന്തായി? രണ്ടാമത്. എനിക്കാണ് ഉള്ള ഒന്നിനെ നോക്കാൻ തന്നെ സമയമില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവം? നമുക്ക് ഉമറിന്റെ ചരിത്രമുണ്ട്. കണ്ടു അബൂ തൽഹ എന്ത് ചെയ്തു? ഒരു ധാർമ്മികമായ ബാധ്യതയില്ലേ? എന്താ ബാധ്യത? നമ്മളെല്ലാവരും ഖുർആൻ മനഃപ്പാഠമാക്കിയതാണ്, ഹാഫിളുകളാണ്, നമുക്കെല്ലാം ഉണ്ട്, എല്ലാം അറിയാം. പക്ഷെ നമ്മൾ ചില സമയത്ത് ചില ആയത്ത് നമുക്ക് ഓർമ്മ വരില്ല. നമ്മൾ ഹാഫിളുകളാ, ആലിമീങ്ങളാ, നമുക്ക് ചില സമയത്ത് ആയത്ത് ഓർമ്മ വരില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബയിൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ പേടിയുള്ളവരെ, ആഖിറത്തിൽ വിശ്വാസമുള്ളവരെ, നീ ഒരു നല്ല മുഅ്മിനാണെങ്കിൽ, നീ നിസ്കരിക്കുന്നത് വെറുതെയല്ലെങ്കിൽ, ഒരു തമ്മാടി നിന്റെ അടുക്കൽ വന്ന് ഏതെങ്കിലും ഒരു വാർത്ത പറഞ്ഞാൽ, ഒരു ഫാസിഖ് വന്ന് നീ കണ്ണുകൊണ്ട് കാണാത്ത ഒരു വാർത്ത നിന്നോട് പറഞ്ഞാൽ, ഇത് ഞാനല്ല, അള്ള പറഞ്ഞതാണ്, ഇത് അഹ്മദ് കബീറിന്റെ വാക്കല്ല. ഫതബയ്യനൂ, അതിനെക്കുറിച്ച് നീ ഒന്ന് അന്വേഷിക്കണേ. ഒന്നുകിൽ ആരെ കുറിച്ചാണോ പറയുന്നത് അവനെ നിനക്ക് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അവനോട് നേരിട്ട് അന്വേഷിക്കണം. അതല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിയുന്ന മേഖലയിൽ അന്വേഷിക്കണം. കേട്ടത് അണ്ണാക്ക് തൊട്ട് വിഴുങ്ങരുത്. കാരണം എന്തെന്നറിയോ? ഒരു തമ്മാടിയത് പറഞ്ഞു, മറ്റൊരു തമ്മാടിയത് വിശ്വസിച്ചിട്ട് അതിൽ നിങ്ങൾ പങ്കാളികളായാൽ അൻതുസീബൂ ഖൗമൻ ബിജഹാല,
അവന്റെ വിവരക്കേട് നിങ്ങളും പങ്കാളികളാവും. അവസാനം ആ കേട്ടത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ കൈകടിച്ചിട്ട് കൊടയേണ്ടി വരില്ലേ? നാളെ നിങ്ങൾ ആരുടെ മുമ്പിലാണ് സമാധാനം പറയുക? കുറെ കാലങ്ങൾ അല്ലാഹു ചോദിച്ചു, എന്തേ മനുഷ്യരെ, അയ്യുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹുമ അഖീഹി മൈതാ. അല്ലാഹുവിന്റെ ചോദ്യമാണ് ഇത്, അഹ്മദ് കബീറിന്റെ ചോദ്യമല്ല, പടച്ചറപ്പിന്റെ ചോദ്യമാണ്. അയ്യുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹുമ അഖീഹി മൈതാ. നിങ്ങളുടെ സഹോദരൻ ചത്തു കിടക്കുമ്പോ അവന്റെ ചത്തവന്റെ മാംസം തിന്നാ നിങ്ങൾക്ക് ഇത്ര കൊതി എന്താ? അല്ലാഹു ചോദിക്കുകയാണ്. ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്ത തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അവൻ ശവന്തീനി ഉറുമ്പിനെ പോലെയാണ്, അവൻ ശവം തിന്നുന്നവനെ പോലെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടത്തോടെ പറയുകയാ, ഒരു മാസം മുമ്പ് നമ്മുടെ പരിസര പ്രദേശത്തും കുറെ ശവന്തീനി ഉറുമ്പുകൾ ഉണ്ടായി. അവരുടെ സഹോദരന്റെ പച്ചമാംസം ചത്തു കിടക്കുന്നത് ശവന്തീനി ഉറുമ്പുകളെ പോലെ തിന്നുകളഞ്ഞു. കേട്ടതപ്പാടി വിഴുങ്ങിക്കളഞ്ഞു. അതൊരു മനുഷ്യന്റെ കുടുംബമാണെന്ന് കരുതിയില്ല, അതൊരു ആലിമിന്റെ ശബ്ദമാണെന്ന് കരുതിയില്ല. അല്ലാഹു ചോദിക്കുകയാണ്, അയ്യുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹുമ അഖീഹി മൈതാ. എന്തിനാ നിങ്ങളുടെ ശവന്തീനി ഉറുമ്പുകളാകുന്നത്? നിങ്ങൾ കുറുമ്പിന്റെ കോലമല്ല. ആ ശവന്തീനി ഉറുമ്പുകൾക്ക് ചിലർക്ക് താടി ഉണ്ടായിരുന്നു, ചിലർക്ക് തൊപ്പി ഉണ്ടായിരുന്നു, ചിലർക്ക് നിസ്കാരത്തടമുണ്ടായിരുന്നു. എന്തിനാണ് ഇവര് നിസ്കരിക്കുന്നത്? നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് നിങ്ങളുടെ ഹേഷണി, നിങ്ങളുടെ നന്മകളെ വിഴുങ്ങിക്കളയുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് പറഞ്ഞത്? അത് സത്യമല്ലെന്ന് പലർക്കും അറിയാം. ഒരാൾ മറ്റൊരാളെ 7 പ്രാവശ്യം വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ അറിഞ്ഞോ? ആ വിളിച്ചവൻ ഈ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നന്നായിട്ടറിയാം. പിന്നെ എന്തിനാണ് അവൻ അഹ്മദ് കബീറിനെ കുറിച്ച് അത് പറഞ്ഞത്? അള്ളാന്റെ റസൂല് മക്കയിൽ വരുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുന്നത് കള്ളമായിട്ടല്ല, ഹബീബായ നബി പറഞ്ഞത് സത്യമാണെന്നറിയാം. പിന്നെ അബൂജഹൽ എതിർത്തത് എന്തിനെന്നറിയോ? ഞങ്ങൾ ഇവിടുത്തെ പരമ്പരാഗത ആളുകളാണ്, ഞങ്ങൾ ഇവിടുത്തെ പ്രമാണികളാണ്. മുഹമ്മദ് നബിയുടെ നേരെ നോക്കിയിട്ട് അബൂജഹൽ പറഞ്ഞില്ലേ, മുഹമ്മദേ, സഫാ മർവ മല ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മലയുടെ ഇടയിലൂടെ നടന്നു വരുന്നവര് ഏറ്റവും ഉത്തമൻ ഞാനാണ് മുഹമ്മദേ എന്ന് പറഞ്ഞ അബൂജഹൽ. അതുകൊണ്ട് ഇന്നലെ വന്ന ഒരുത്തൻ ഇവിടെ കിടന്ന ആളാവണ്ട, ആളാവണമെങ്കിൽ ഞങ്ങളാവായാ മതി എന്ന അബൂജഹലിയ സിദ്ധാന്തം വന്നപ്പോ അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇയ്യാകും വല്ലന്ന, ഊഹാപോഹങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ. ഊഹാപോഹമാണ് ഏറ്റവും വലിയ പാപം. എന്തിന് നിസ്കരിക്കുന്നു? ഈ പറയുന്നവർക്ക് നിസ്കാരമുണ്ട്, കയ്യൊന്നൊടിക്കണം. ഈ പറയുന്നവർക്കൊക്കെ നിസ്കാരത്തടമുണ്ട്, അവർക്കെല്ലാം ഉണ്ട്, ഹാഫിളീങ്ങളാണ്. വലിയ ആയത്ത് വിരോധിയില്ല. ഇൻജാഅക്കും ഫാസിഖും ബിനബൈൻ ഫതബയ്യനു. ഖുർആനല്ലേ? ഒരു ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഫതബയ്യനു, നിങ്ങൾ അന്വേഷിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ ഊഹാപോഹത്തിൽ നിന്ന് കാത്ത്. ഒരാളെ മാത്രമല്ല, അയൽവക്കക്കാരെ കുറിച്ച്, ഗൾഫിൽ ഭർത്താക്കന്മാരുള്ളവളെ കുറിച്ച്, നാവ് കൊണ്ട് ഒരാളെ കുറിച്ച് അപരാധം പറയൽ ലോകത്ത് ആരും പൊതുക്കാത്ത. അമ്പ് കൊണ്ട് ഹൃദയത്തിൽ തുളച്ചോ, അത് ഒരു മരുന്നും കിട്ടിയില്ലെങ്കിൽ തെരുവക്കാട്ടിന് വൈദ്യന്റെ അടുത്ത് പോയാല് അത് തേച്ചാലെങ്കിലും മുറിവ് ഭേദമാകും. പക്ഷേ വലായൽ താമു മദറകൽ ലിസാനു, നാവ് കൊണ്ട് മുറിവേൽപ്പിക്കരുത്. അതൊരു മനുഷ്യൻ പൊറുക്കില്ല. അവൻ പൊറുക്കാത്തിടത്തോളം കാലം നീ എത്ര വലിയ കുത്തുബില്ല കിതാബാണെങ്കിലും നാളെ പരലോകത്ത് നീ സ്വർഗത്തിൽ പോവുകയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു മൂല്യമുണ്ട്. ഒരാളെ കുറിച്ചും എന്റെ സദസ്സിലോ എന്റെ രഹസ്യ സംഭാഷണത്തിലോ ഞാൻ ഒരാളെ കുറിച്ചും ഒരു മോശമായി ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കത് ലോകത്ത് എവിടെയും പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലെത്തും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാണ് മനുഷ്യന്മാര് നിസ്കാരത്തഴമ്പുണ്ട്, എല്ലാം ഉണ്ട്, നിസ്കരിക്കുന്നു. ഇവരെന്താ നിസ്കരിക്കുക? എന്തിനാ നിസ്കരിക്കുക? ഏത് കാര്യത്തിൽ നിസ്കാരം കൊണ്ട് ആവശ്യം? റബ്ബിനാരുടെയും എന്റെ പൊന്ന് ഒരു മാന്യത. നമ്മുടെ ഈ പുഴ കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ഞാൻ കൈ ചൂണ്ടുന്ന നേരെ അവിടെ ഒരു പണ്ട് തലക്ക് മനോനിലയില്ലാത്തൊരു മറിയ ഉണ്ടായിരുന്നു. മറിയ ചേച്ചി, വട്ടുമറിയെന്ന് വിളിക്കും. അവർക്ക് സ്ഥലത്തിന് ബോധമില്ല, തലക്ക് ബോധമില്ല, അവർക്ക് തെറ്റ് ശരിയും അറിയില്ല. എങ്കിലും ആ മറിയ പോകുന്ന വഴിയിൽ കാട് കണ്ടാൽ വെട്ടിക്കളയുമായിരുന്നു. വേറൊരുത്തിന് ശല്യം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചു. ആ ഒരു ബോധം പോലും നമുക്കില്ലാതായി പോയി.
മറിയ പോകുന്ന വഴിയിൽ മറിയക്ക് ഒരു ബോധവുമില്ല. അവർക്ക് സമനില തെറ്റി മറിയാണ്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവരെ കയ്യിൽ എപ്പോഴും ഒരു പഴയ അരിവാളുണ്ടാവും. പോകുന്ന വഴിയിൽ അവരൊരു നന്മ ചെയ്യുമായിരുന്നു. ഇവിടെ നറക്കളം വരെ പോയി വൈകുന്നേരം ചുമന്നുകൊണ്ട് വരുമ്പോൾ പേരൊക്കെ കൊണ്ടുവന്ന് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കാട് കണ്ടാൽ മറിയ വഴക്ക് പറഞ്ഞിട്ട് വെട്ടിക്കളയും. കാരണം മറിയക്കൊരു സ്വഭാവമുണ്ട്. മറിയക്ക് സ്ഥിരബോധമില്ല, സ്ഥലബോധമില്ല, വിവരമില്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും അവർ പോകുന്ന വഴിയിൽ നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് ആ കാടെങ്കിലും വെട്ടിക്കൊടുത്തിരുന്നു. നമുക്ക് അതുപോലും ആകാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ പരമാവധി മുള്ളെവിടെയുണ്ടോ അതവിടെ ഇടുക, മറ്റൊരുത്തന്റെ കാര്യം തട്ടട്ടെ. അതാണ് നമ്മുടെ ചിന്ത. അള്ളാഹു കാക്കട്ടെ. ഞാനിത് ഒരു കാര്യം മാത്രം വെച്ചിട്ട് പറഞ്ഞല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിൽക്കാൻ പോലും കഴിയില്ല. ഫോൺ കോളുകൾ എന്റെ വീട്ടിൽ നിന്ന്, എന്റെ നാട്ടിൽ നിന്ന് രണ്ടാമത് പെണ്ണ് കിട്ടി. എനിക്ക് എവിടെ നിന്ന് കിട്ടി എനിക്കറിഞ്ഞൂടാ. എവിടെ പറയുന്നവനോട് തെളിവ് പറ. പിന്നെ ആർക്കെന്നറിയോ, ഒരാൾ മുകളിൽ നിൽക്കുമ്പോ മാങ്ങ ഉണ്ടെങ്കിലല്ലേ മാവിലെറിയൂ, ഇല്ലെങ്കിൽ അറിയില്ലല്ലോ. അപ്പം മാവില് മാങ്ങ ഉണ്ടായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളതൊക്കെ പേട്ടുമാവാണ്, അതുകൊണ്ട് ഏറുണ്ടാവില്ല. മാങ്ങ ഉണ്ടെങ്കിൽ ഏറുണ്ടാവും. അതാണ് അവരൊരു മാവ് നിപ്പുണ്ട്, അതിന് മാങ്ങ ഉള്ളതെങ്കിൽ അറിയുള്ളൂ, മാങ്ങ ഇല്ലെങ്കിൽ പിന്നെ അറിയില്ല. മാങ്ങ കിടക്കുന്ന കാണുമ്പോൾ പോകുന്നവനൊരു രസം, ചുമ്മാ ഒരു ഏറെറിയുക, കൊണ്ടിട്ട് കൊണ്ടില്ല. അങ്ങനെ ഏറ് നടന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ അള്ളാഹുടെ തോഫീ കണ്ടതായാലും പിടിച്ചിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു മാസം പള്ളിയിൽ ലീവ് കൊടുത്തു, പുറത്താക്കി. അള്ളാഹിനോർത്ത് ഇന്ന് മുതൽ ഞാൻ ലീവാണ് കേട്ടോ. ഒരു മാസം പള്ളിയിൽ ലീവാണ്. ഇന്ന് മുതൽ അടുത്ത ഒരു മാസം വരെ ലീവാണ്. ഞാൻ കുവൈറ്റിൽ പോകുന്നു. കുവൈറ്റ്, മസ്കറ്റ്, ദുബായ് 3 പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ പോവാണ്. ഒരു മാസം ലീവാണ്. ഇനി അതിന് 3ാമത്തെ പെണ്ണ് കെട്ടിയിട്ടാന്ന് പറയരുത്. 2ാമത്തെ 3ാമത്തെ കെട്ടിയിട്ട് വീണ്ടും ഞാൻ ഒരു മാസം ഇന്ന് ലീവ് എടുത്തിട്ടാ വന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ലത് പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, ചെറിയ അമല് മതി. നമ്മുടെ നാവും ഹൃദയവും നല്ലതാണെങ്കിൽ നമ്മൾ നേരെ സ്വർഗത്തിൽ പോകും. അല്ലാതെ ഈ വലിയ നാട്യങ്ങൾ കൊണ്ടൊന്നും റബ്ബിന്റെ മുമ്പിൽ പോകില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാതു പറഞ്ഞു. പിറ്റേ ദിവസം ഫുള്ള് ചർച്ച. അഹമ്മദ് പേർ ബാക്കി 50,000 രൂപ ചോദിച്ചു മേടിച്ചു. വണ്ടിക്കൂലി ഒരു മേടിക്കുക 25,000 അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞ പ്രാവശ്യം. അല്ലെ എന്ത് സംഘാടകരല്ലേ? അതൊക്കെ ഒരു ക്ലാരിറ്റി അങ്ങ് വന്നോട്ടെ. ഞാൻ അല്ലേ എന്ത് ജലീലുണ്ട് 25,000 അങ്ങോട്ട് കൊടുത്ത് വണ്ടിക്കൂലി പോലും ഞാൻ തന്നിട്ട് മേടിച്ചില്ല, ഞാൻ പോയി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നെന്ന് അറിഞ്ഞുകൂടാ. വഹി ഇനിയും നിന്നിട്ടില്ലെന്ന് അറിയുക. പിറ്റേ ദിവസം ഇവരൊക്കെ നാടകരചയിതാവായാൽ KPSC ഇവരെടുക്കും. ഒരു റൊമാൻറ്റിക് ഭാവന നന്നായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ശരി, നമുക്കത് പറയേണ്ട സമയമില്ല. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എന്റെ നാവിൽ നിന്ന് ഇത് കേൾക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറയാം. അല്ലെ ഞാൻ പറയാം, ഞാൻ കമാന്ന് രക്ഷയുന്നവരെ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയൽ എന്റെ സ്വഭാവമല്ല. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഒരു വിവാദങ്ങളും എന്നെ തളത്തില്ല. കാരണം എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച 1 മുതൽ ഞാൻ ജീവിതത്തിൽ പൊരുതി കയറിയവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും നീന്തി കയറിയ ആളാണ്. അല്ലാതെ പ്രസവിച്ച അന്ന് മുതൽ ഇന്ന് വരെ നീന്തി കയറിയ ആളാണ്. നീന്തുന്നതിന്റെ ഇടയിൽ കരയുന്ന ധാരാളം കല്ലേറും